അദ്ദേഹത്തിന്റെ 2-3 സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. യോദ്ധ, നിർണയം, ഗാന്ധർവം. ഈ 3 സിനിമകളും അന്ന് മലയാള സിനിമയ്ക്ക് വളരെയധികം മാറ്റം ഉണ്ടാക്കി കൊടുത്ത സിനിമകൾ തന്നെയാണ്. അതിന്റെ മേക്കിങ്ങിലും അതിന്റെ ക്യാമറയിലും ഷോട്ട്സിലും മ്യൂസിക്കിലും ഒക്കെ. യോദ്ധയിലൂടെ അന്ന് മലയാളത്തിൽ മാത്രമല്ല ബാക്കി ഭാഷകളിലൊക്കെ അന്ന് ഡബ് ചെയ്യുകയും അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സംഗീതം സന്തോഷം ചേർന്നിട്ടുള്ള ഒരു കൂട്ടുകെട്ടിലുണ്ടായ സിനിമകളാണ് ഈ 3. മറ്റു 2 സിനിമകളും ഞങ്ങൾ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ ഒരു സങ്കടകരം. നല്ലൊരു ടെക്നീഷ്യനായിരുന്നു. രാവിലെ അദ്ദേഹം ഇങ്ങനെ ഹോസ്പിറ്റലായ വാർത്ത ഞാൻ അറിയുകയുണ്ടായി. പക്ഷെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് സക്സസ്ഫുൾ ആയിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നതാണ്. സർജറി വേണ്ടി വന്നില്ല. അതിനുമുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ഞാനും സങ്കടപ്പെടുന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ അടുപ്പമുള്ള ഒരു ഫാമിലിയാണ് എനിക്ക്. ആ കുടുംബമായിട്ട് അത്ര ബന്ധമുണ്ട്. എന്താ വേറെ പറയാൻ, ഒന്നും പറയാനില്ല. എന്റെ സിനിമാ ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടൻറ്റ് സിനിമകളാണ് എനിക്ക് ആസ് ആൻ ആക്ടർ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം വളരെ വ്യത്യസ്തനായ ഒരു ശൈലിയിൽ മലയാള സിനിമ അന്ന് വരെ കാണാത്ത ഒരു ശൈലിയിൽ സിനിമ എടുക്കാൻ ശ്രമിച്ച ആളാണ്. അതിൽ സക്സസ്ഫുൾ ആയ ഒരു സംവിധായകനായിരുന്നു.